إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولله ما في السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا. സ്നേഹാദരനായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും തഖ്വ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലഘട്ടത്തിൽ ജീവിച്ചവരോടും അള്ളാഹുവിൻ്റെ ഉപദേശം തഖ്വ പാലിക്കുവാനാണ്. ആമുഖമായി ഓതിവെച്ച സൂറത്തു നിസാഇൻ്റെ 131 ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അൻ ഇത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും നിങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപദേശം നൽകുന്നു, നാം ഉപദേശിക്കുന്നു, വസിയത്ത് നൽകുന്നു. എന്താണ് ഉപദേശം? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, തഖ്വ ജീവിതത്തിൽ കൈമുതലാക്കി ജീവിക്കണം. എന്നാൽ വഇൻ തക്ഫുറു ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ തഖ്വ കാത്തു സൂക്ഷിക്കാതെ ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ, അള്ളാഹുവിനോട് അവിശ്വാസം പ്രകടിപ്പിക്കണമെന്നും അതുപോലെ നന്ദികേട് കാണിക്കണമെന്നുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റെതാണ്. അവൻ്റെ അധികാരത്തിൽ ഒരു കുറവും അതുകൊണ്ട് വരാനില്ല, അവരൊരു കോട്ടവും നഷ്ടവും അതുകൊണ്ട് ഉണ്ടാകാനില്ല. വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ. നിങ്ങളുടെ തഖ്വയിൽ നിന്നും നിങ്ങളുടെ ആരാധനകളിൽ നിന്നും നിങ്ങളുടെ സൂക്ഷ്മതയിൽ നിന്നുമെല്ലാം അള്ളാഹു അതിൽ നിന്നെല്ലാം ഐശ്വര്യവാനാണ്, ഗനിയാണ്. റബ്ബിന് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തഖ്വ പാലിച്ച് ജീവിച്ചു കൊള്ളുക. അള്ളാഹു അല്ലെങ്കിലും സ്തുത്യർഹനാണ്. അള്ളാഹു അതൊന്നുമില്ലെങ്കിലും അള്ളാഹു ഐശ്വര്യവാനാകുന്നു.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇന്റെ 131 ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വചനമാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും തഖ്വ പാലിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഇഹപര ജീവിതത്തിന്, നമ്മുടെ നന്മക്കായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിന്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, തഖ്വ ജീവിതത്തിൽ പാലിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എളുപ്പം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തഖ്വ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടാത്ത രൂപത്തിൽ നമുക്കുള്ള ഉപജീവനം അള്ളാഹു നൽകുമെന്ന് ഏറ്റെടുത്തതാണ് തഖ്വ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. സൂറത്തു ത്വലാഖിന്റെ തന്നെ 3-2 വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അള്ളാഹുവിനെ തഖ്വ പാലിക്കുന്നത് അവന് അള്ളാഹു ഒരു എക്സിറ്റ്, ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു അവർക്ക് ഉപജീവനം നൽകും. അതുപോലെ പാപങ്ങൾ പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പ്രതിഫലങ്ങൾ ഇരട്ടിയായി നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിന്റെ 5-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅ്ളിം ലഹു അജ്റാ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, തഖ്വ പാലിച്ച് ജീവിക്കുന്നത്, യുകഫിർ അൻഹു സയ്യിആതിഹി, അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കും. വയുഅ്ളിം ലഹു അജ്റാ, അവന്റെ പ്രതിഫലം അള്ളാഹു അവന് ഉന്നതമാക്കി കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന പോംവഴി എന്നുള്ളത് അത് തഖ്വ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അൻ തജ്അല ബൈനക വബൈന അദാബില്ലാഹി വിഖായ. നിനക്കും അള്ളാഹുവിൻ്റെ ശിക്ഷക്കുമിടയിൽ നീ ഒരു തടസ്സം നീ സൃഷ്ടിക്കണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വിഖായത്ത്, ഒരു സംരക്ഷണ കവചം നീ ഒരുക്കണം. എങ്ങനെയാണ് അത് ഒരുക്കേണ്ടത്? ബിഫിഅലി മാ അമർ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ട്, അള്ളാഹു വിലക്കിയത് വെടിഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ആ ശിക്ഷ എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിന്റെ ഭയാനകത പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തഖുന്നാർ, നരകമാണ് ശിക്ഷ. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തഖ്വ എന്ന പ്രയോഗം തന്നെ അവിടെ പ്രയോഗിച്ചു. ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലൗ ബിശിഖി തംറ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിൽ ഏതൊരു മനുഷ്യനായിക്കോട്ടെ, അവൻ തൻ്റെ റബ്ബിന്റെ മുമ്പിൽ അതിനിടയിൽ ഒരു മറയുമില്ലാതെ നിൽക്കുന്ന ഒരു സമയം വരാനുണ്ട്, അല്ലെ, ഒരു സന്ദർഭം വരാനുണ്ട്. ആ സമയത്ത് റബ്ബ് അവനോട് സംസാരിക്കും. ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറ ഇല്ലാ മാ ഖദ്ദം. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും, പക്ഷെ അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്താണോ അതല്ലാതെ ഒന്നും അവൻ കണ്ടെത്തുകയില്ല. അവന്റെ ഇടതുഭാഗത്തേക്ക് അവൻ നോക്കും, അവൻ മുൻകൂട്ടി ചെയ്തു വെച്ച നന്മകൾ എന്താണോ അതല്ലാതെ അവൻ കണ്ടുമുട്ടുകയില്ല. അവന്റെ പിന്നിലേക്കും മുന്നിലേക്കും അവൻ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ അവന്റെ മുമ്പിൽ മുമ്പിൽ നരകമല്ലാതെ അവന്റെ മുമ്പിൽ അവൻ കണ്ടെത്തുകയില്ല. അതുകൊണ്ട് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആ നരകം, അതിൽ ചെന്ന് പോയി കിടക്കേണ്ടി വന്നാൽ ദുനിയാവിൽ എത്ര വലിയ പളവളപ്പിൽ ജീവിച്ചാലും, എത്ര വലിയ സമ്പന്നതയിൽ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയാലും, നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ മാതാവോ നമ്മുടെ പിതാവോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ആ നരകത്തിൽ ചെന്നുപോയി കിടക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താണ് സഹോദരന്മാരെ കാര്യം? എത്ര വലിയ സുഖലോലുപതകൾ ദുനിയാവിൽ അനുഭവിച്ചിട്ടും ആ നരകത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ചെന്നുപോയി കിടക്കേണ്ടി വന്നാൽ പിന്നെ എന്താണ് സഹോദരന്മാർ അതുകൊണ്ട് കാര്യം? അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയുടെ 45-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത്, വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുൽ. നാളെ പരലോകത്ത് നരകത്തിന്റെ മുമ്പിൽ നിന്യത കൊണ്ട് തല താഴ്ത്തി
തല ഉയർത്താൻ കഴിയാതെ അങ്ങേയറ്റം നിന്ദ്യരായി നിൽക്കേണ്ട സന്ദർഭം അള്ളാഹു പറയുകയാണ്. യൻദുറൂന മിൻ തർഫിൻ ഖഫി, അവരുടെ നിന്ദ്യത കൊണ്ട് മര്യാദക്കൊന്ന് തല ഉയർത്തി നോക്കാൻ പോലും അവർക്ക് ധൈര്യം വരികയില്ല. കണ്ണുകൾ താഴ്ത്തിയിട്ടാണ് അവരോട് നിൽക്കുക. വഖാലല്ലദീന ആമനൂ, അന്ന് വിശ്വാസികൾ പറയും, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം, നിശ്ചയമായും നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അവരാരാണ്? അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം, തങ്ങളുടെ സ്വന്തങ്ങളെയും സ്വന്തം കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ആളുകളാണ്. എവിടെ നഷ്ടപ്പെട്ട ആളുകൾ? യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് സ്വന്തങ്ങളെയും സ്വന്തം കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടു പോകുന്ന, അവരിൽ നഷ്ടം സംഭവിച്ചു പോകുന്ന ആളുകളാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അലാ ഇന്നദ്ദാലിമീന ഫീ അദാബിൻ മുഖീം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ അറിയുക, അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അറിയുക, ഇന്നദ്ദാലിമീന ഫീ അദാബിൻ മുഖീം. ദുനിയാവിൽ എല്ലാം മതിമറന്ന് ദുനിയാവിൻ്റെ പളവളപ്പുകളിൽ അതിൻ്റെ ആസ്വാദനങ്ങളിൽ മറമറന്ന് ജീവിച്ചു പോയാൽ, അക്രമികളായി ജീവിച്ചു തീർത്താൽ, അങ്ങനെയുള്ള അക്രമികൾ നിത്യവാസത്തിൻ്റെ ശിക്ഷയിൽ നരകത്തിൽ അവർ ചെന്ന് പതിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവിലുള്ള ഏത് ലാഭവും എത്ര വലിയ സംഭവങ്ങളും പരലോകത്തെത്തുമ്പോൾ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ നരകത്തിൽ ചെന്ന് പോയി കിടക്കേണ്ടി വന്നാൽ പിന്നെ അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ എന്താസ്വദിച്ചിട്ടില്ലേ, നാളെ നരകത്തിൽ ഒരു മുക്ക് എടുക്കുന്ന ഒരു മനുഷ്യൻ, നരകത്തിൽ ഒറ്റ മുക്കാണ് അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കുക. ഒരു തവണ ജസ്റ്റ് ഒന്ന് നരകത്തിൽ ഇട്ട് പുറത്തെടുക്കും. ഇത് അവനോട് ചോദിക്കും, നീ ദുനിയാവിൽ വല്ല സുഖങ്ങളും അനുഭവിച്ചിരുന്നോ? ദുനിയാവിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച വ്യക്തിനോടാണ് ചോദിക്കുന്നത്, നീ ഇതുവരെ വല്ല സുഖങ്ങളും അനുഭവിച്ചിട്ടുണ്ടോ? ആ വ്യക്തി പറയും, ഇല്ല റബ്ബേ, ഒരു സുഖവും ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല. എന്താ കാരണം? ആ നരകത്തിൻ്റെ രുചി ഒന്ന് രുചിച്ചു നോക്കി, ആ നരകത്തിൻ്റെ ശിക്ഷ ഒന്ന് അനുഭവിച്ചപ്പോൾ അതുവരെ ആസ്വദിച്ച ആസ്വാദനങ്ങളെല്ലാം അദ്ദേഹം മറന്നു പോകുന്ന തരത്തിൽ അത്രയും ഭയാനകമാണ് സഹോദരന്മാർ ആ നരകം. ആ നരകത്തിൽ നമ്മളോ നമ്മുടെ ഉമ്മയോ നമ്മളെ ബന്ധുക്കളോ കിടക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ, നമ്മൾ രാവും പകലും അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഏറെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ രാത്രി കയറി ചെല്ലുന്ന നമ്മുടെ വീടുകളിൽ നമ്മൾ കാണുന്ന നമ്മുടെ പൊന്നുമക്കൾ, നമ്മുടെ ഭാര്യ ആ നരകത്തിൽ ചെന്നെരിയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടോ സഹോദരന്മാരെ? അങ്ങനെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും അവരുടെ കാര്യത്തിൽ സഗൗരവമായി ചിന്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ വചനത്തിലൂടെ വിശ്വാസികൾക്ക് താക്കീത് നൽകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആ നരകത്തിൽ നിങ്ങൾ കാത്തുകൊള്ളുക. എന്താണ് ആ നരകത്തിന്റെ പ്രത്യേകത? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനമെന്നത് മനുഷ്യരാണ്, കല്ലുകളാണ്. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തുന്ന നരകമാണ്. അലൈഹാ മലായികതുൻ ഗിലാദുൻ ഷിദാദ്, ആ നരകത്തിന്റെ കാവൽക്കാർ ശക്തന്മാരായ പരുക്കന്മാരായ മലക്കുകളാണ്. ആ നരകത്തെ നിങ്ങളെയും ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാത്തു രക്ഷിച്ചു കൊള്ളണേ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. എങ്ങനെയാണ് നരകത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്തുക? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുൻഗാമികൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമു അൻഫുസകും വഅഹ്ലീകുമുൽ ഖൈർ വഅദ്ദിബൂഹും, എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത്? നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അവർക്ക് ഖൈർ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് മര്യാദ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅ്മലൂ ബിതാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുന്നത് മുഖേന അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. വത്തഖൂ മആസില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വഅ്മുറു അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ദിക്ർ, അവരോട് അല്ലാഹുവിനെ സ്മരിക്കുവാൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുവാൻ നിങ്ങൾ കൽപ്പിക്കണം. യുൻജീകുമുല്ലാഹു മിനന്നാർ, അങ്ങനെയാണ് അല്ലാഹു നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഅ്മുറുഹും ബിതാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുവാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. വതുഅല്ലിമുഹുമുൽ ഖൈർ, ഖൈർ നിങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഹസൻ ബസീർ റഹിമഹുല്ല പറയാൻ. ഇതൊക്കെയാണ് നരകത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അനുസരണം, അല്ലെ, അള്ളാഹുവിനുള്ള അനുസരണം, ഖൈറുകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് മര്യാദകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് ഈ പറഞ്ഞ ഭയാനകമായ നരകശിക്ഷയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല സഹോദരന്മാരെ. നമ്മുടെ ഐഹിക ജീവിതത്തിലെ പോലും രക്ഷകളും അതിലെ സഹായങ്ങളും അതിലെ സന്തോഷവും അതിൽ അഭിമാനവും കുടികൊള്ളുന്നത്
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിലാണ്. സൂറത്തുൽ അൻഫാലിന്റെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം ചെയ്യണം, അവന്റെ പ്രവാചകന് നിങ്ങൾ ഉത്തരം ചെയ്യണം. എന്തിനുത്തരം ചെയ്യണം? ഇദാ ദആകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവിതം നൽകുന്നതിലേക്ക് അവർ നിങ്ങളെ ക്ഷണിച്ചാൽ. അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് ജീവൻ നൽകാനാണ്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിനാണ്, നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണമായ ആഹ്ലാദത്തിനും സമാധാനത്തിനുമാണ്. അതിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്, അതിലേക്കാണ് പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്നത്. അത് നിങ്ങൾ ഉത്തരം ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു സന്തോഷവും ആഹ്ലാദവും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണ്? സൂറത്തുൽ ബഖറയുടെ 208-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക, ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക. അസ്സിൽം എന്ന വാക്കിന്റെ ഭാഷാപരമായ അടിസ്ഥാന അർത്ഥം സമാധാനമെന്നാണ്, സന്തോഷമെന്നാണ്. ആ സമാധാനത്തിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക. ഇസ്ലാമിലുള്ള പ്രവേശനത്തിലൂടെയാണ്, അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരിപൂർണമായി ശിരസാ വഹിക്കുന്നതിലൂടെയാണ് സന്തോഷമായ സമാധാനപൂർണമായ ജീവിതം നേടിയെടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ അതേസമയം ആ സന്തോഷത്തിൽ നിന്ന്, ആ സമാധാനത്തിൽ നിന്ന് വിശ്വാസികളെ തെറ്റിച്ച് കളയുന്ന പിശാച് അവൻ പാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് ശേഷം പറയാണ്, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, എന്നാൽ പരിപൂർണമായി മുസ്ലിം ആകുന്നതിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം വിലക്കുന്ന, തടസ്സം നിൽക്കുന്ന പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. പിശാച് അതിൽ നിങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കും. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിശ്ചയമായും നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ് പിശാച്. ആ പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, പിശാചും അവന്റെ സന്തതികളും വിശ്വാസികളുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ നശിപ്പിക്കുവാൻ, അവരുടെ ഇഹപര ജീവിതത്തിന്റെ വിജയം ഇല്ലാതാക്കുവാൻ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൻ നിസാഇന്റെ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം തറ ഇലൽ ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അല്ലയോ പ്രവാചകരെ, നിങ്ങൾ കണ്ടില്ലയോ, ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു, മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത് എല്ലാത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന, എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലയോ? എന്താണ് അവരുടെ പ്രത്യേകത? യുരീദൂന അൻ യതഹാകമു ഇല താഗൂത്ത്, അല്ലാഹുവിന്റെ പ്രവാചകനല്ലാത്ത, അല്ലാഹുവല്ലാത്ത, അല്ലാഹുവിന്റെ നിയമമല്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമില്ലാത്ത നിയമങ്ങളിലേക്ക്, പ്രത്യയശാസ്ത്രങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, ഐഡിയോളജികളിലേക്ക്, ചിന്താധാരകളിലേക്ക് അവർ വിധി കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. മറ്റുള്ള ഇസ്ലാമല്ലാത്ത ഇസങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷ തേടുവാൻ, ജീവിതത്തിലുള്ള വിധി നടത്തുവാൻ, അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ട നയങ്ങളും നിലപാടുകളും രൂപീകരിക്കുവാൻ അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെതും അല്ലാത്ത ഉപദേശങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഇസങ്ങളിലേക്കും അവർ കടന്നു ചെല്ലുന്നു. യതഹാകമു ഇല താഗൂത്ത്, അള്ളാഹുവും അവന്റെ പ്രവാചകനും അല്ലാത്ത മറ്റുള്ള അവിശ്വാസികളുടെ ആശയധാരകളിലേക്ക് അവർ വിധി തേടി പോകുന്നു. എന്നാൽ വഖദ് ഉമിറു അൻ യക്ഫുറൂ ബിഹി, അതിനെയെല്ലാം നിഷേധിച്ച് തള്ളുവാൻ, അതിനെയെല്ലാം കൈയൊഴിവാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. എന്നാൽ വയുരീദു ശൈത്താനു അൻ യുദില്ലഹും ളലാലൻ ബഈദാ, പിശാച് അവരെ അങ്ങേയറ്റം വഴിപിഴപ്പിക്കുവാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാചാണ് അവരെ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ, അത്തരത്തിലുള്ള ഇസ്ലാം അന്യമായ മതങ്ങളുടെ പിന്നാലെ, അങ്ങനെയുള്ള വ്യക്തികളുടെ പിന്നാലെ മുസ്ലിം സമൂഹത്തെ, മുസ്ലിം കുടുംബങ്ങളെ, മുസ്ലിം സ്ത്രീകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ കൊണ്ടുപോകാൻ ആരാണ് പണിയെടുക്കുന്നത്? വയുരീദു ശൈത്താനു അൻ യുദില്ലഹും ളലാലൻ ബഈദാ, പിശാച് പണിയെടുക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിൽ എന്താണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്ന് റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു അവന്റെ റസൂലോ ഒരു വിഷയത്തിൽ ഒരു വിധി വിധിച്ചാൽ, ഒരു വിശ്വാസിയായ പുരുഷനാകട്ടെ, വിശ്വാസിയായ സ്ത്രീയാകട്ടെ, മാ യകൂനു ലഹും അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, ആ വിഷയത്തിൽ പിന്നെ അവർക്ക് അവരുടെ ഒരു ചോയ്സ് ഇല്ല, പിന്നെ അവർക്ക് അവരുടെ ഒരു സ്വന്തം അഭിപ്രായം, ഞാൻ തീരുമാനിക്കും, എന്റെ ഇഷ്ടം എന്ന് പറയാൻ ഒരു അഭിപ്രായം വിശ്വാസിയായ പുരുഷന് ഉണ്ടായിക്കൂടാ.
വിശ്വാസിനിയായ സ്ത്രീക്ക് ഉണ്ടായിക്കൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന. ഇനി അതൊക്കെ വെടിഞ്ഞ് അതൊക്കെ ഒഴിവാക്കി അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ റസൂലുള്ളാഹിന്റെ ഉപദേശങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വ്യക്തി തന്റെ ഇഷ്ടപ്രകാരം ധിക്കരിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അൻ യുദില്ലഹും ഫഖദ് ضل ضلالا മുബീന, വ്യക്തമായ വഴിപിഴവിലേക്ക് അവന്റെ ദുനിയാവിലുള്ള ഓരോ വിഷയങ്ങളിലും അവൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യക്തമായ വഴിപിഴവിലേക്ക് വ്യക്തമായ വ്യതിയാനങ്ങളിലേക്ക് അവൻ ചെന്നുവിടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും കൽപ്പന അനുസരിച്ച് ചിട്ടപ്പെടുത്തേണ്ടവരാണ് വിശ്വാസികൾ. തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളോട് തികഞ്ഞ രാജി പ്രഖ്യാപിക്കേണ്ടവരാണ് വിശ്വാസികൾ. അവരുടെ സംസ്കാരവും അവരുടെ വേഷവിധാനവും മറ്റുള്ള ഫാജിറുകളായ തെമ്മാടികളായ അവിശ്വാസികളായ സിനിമാ നടന്മാരും നടിമാരും നർത്തകന്മാരും നർത്തകന്മാരും അത്തരത്തിലുള്ള പാട്ടുകാരും പാട്ടുകാരികളുമാകുന്ന തെമ്മാടികളല്ല നമ്മുടെ ജീവിതശൈലി തീരുമാനിക്കേണ്ടത്, നമ്മുടെ സംസ്കാരം തീരുമാനിക്കേണ്ടത്, നമ്മുടെ സംസാരവും നമ്മുടെ ഇടപാടുകളും തീരുമാനിക്കേണ്ടത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ തീരുമാനിക്കേണ്ടത് അവരല്ല, അത് അള്ളാഹുവും അവൻ്റെ പ്രവാചകനുമാണ്. ഒരു മുസ്ലിമിൻ്റെ രീതി എന്താണ്, അവൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണ്. നമ്മളോട് ഏറെ കാരുണ്യമുള്ള, നമ്മളെക്കാളും നമ്മോട് കാരുണ്യമുള്ള നമ്മുടെ റബ്ബാണ്. നമ്മളെക്കാളും നമ്മുടെ വിഷയത്തിൽ ബേജാറായ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ വിശ്വാസികളെ അതിന് സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ പിശാചും അവന്റെ കൂട്ടാളികളും അല്ലെങ്കിൽ അവിശ്വാസികൾ അതിന് സമ്മതിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾ പണിയെടുക്കുന്ന പണിയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 105-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മാ യവദ്ദുൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ അൻ യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും. അവിശ്വാസികളായ വേദക്കാർ, അവിശ്വാസികളായ മുശ്രിക്കീങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഖൈറും ഒരു നന്മയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നില്ല. സഹോദരന്മാർ, എത്ര വ്യക്തമാണ് അള്ളാഹുവിന്റെ വാചകം. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ വിജയവും നന്മയും ഖൈറുമാണത്. അത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് അവർ ഇഷ്ടപ്പെടുന്നില്ല, അത് നിങ്ങൾക്ക് ലഭിക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ കാരുണ്യം അവൻ പ്രത്യേകം കൊടുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. സൂറത്തുൻ നിസാഇന്റെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അലം തറ ഇലൽ ലദീന ഊതു നസീബൻ മിനൽ കിതാബ്. വേദം നൽകപ്പെട്ട മുൻഗാമികൾക്ക് അവരെ നീ കാണുന്നില്ലേ, അവരെ നീ നോക്കുന്നില്ലേ? യഷ്തറൂന ദ്ദലാല, അവർ വഴികേടിനെ വില കൊടുത്ത് വാങ്ങുകയാണ്. എന്നിട്ടോ വയുരീദൂന അൻ തദില്ലു സബീൽ, നിങ്ങൾ നിങ്ങളുടെ ശരിയായ ദിശയിൽ നിന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് തെറ്റണമെന്ന്, വഴി തെറ്റണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ 109-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബ്. ഒരുപാട് വേദക്കാർ ആഗ്രഹിച്ചു പോവുകയാണ്. എന്താണ് ആഗ്രഹം? ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ. നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ അവിശ്വാസികളായി തീർന്നിരുന്നെങ്കിൽ, അവരുടെ ആഗ്രഹമാണ് നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നിരുന്നെങ്കിൽ. എന്താണ് ആഗ്രഹിക്കാനുള്ള കാരണം? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് അസൂയയാണ് അതിനുള്ള കാരണം. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്, സത്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞ ശേഷവും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ പണിയെടുക്കുന്ന ലോകത്തുള്ള കുടില ശക്തികൾ, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ, അവരൊക്കെ നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകൾ, ഭൗതികത നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആത്മീയത എന്നത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഈ ദുനിയാവിലെ പളപളപ്പാണ് എല്ലാമെന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സുകളിലേക്കുള്ള ചിന്ത ഇറക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന രസങ്ങളും സുഖങ്ങളുമാണ് എല്ലാം, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതവണ അവന്റെ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന താക്കീതാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടം എന്താണ് സഹോദരന്മാരെ? പിശാചിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും, ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ. പിശാച് അവന്റെ സിംഹാസനം വെച്ചിട്ടുള്ളത് കടലിലാണ്, അല്ലെങ്കിൽ വെള്ളത്തിലാണ്. ആ വെള്ളത്തിലുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പിശാച് ഓരോ ദിവസവും അവന്റെ പടയാളികൾ അവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് അവർ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആളുകളെ ഇന്ന തിന്മകളിൽ ചെന്നുപോയി ചാടിച്ചിട്ടുണ്ട്, ഇന്ന ആളുകളെ വഴിപിഴവിലാക്കിയിട്ടുണ്ട്, ഇന്ന ആളുകളെ വിശ്വാസം ഞാൻ കുളമാക്കിയിട്ടുണ്ട്, ഇന്ന ആളുകൾ ആദർശം ഞാൻ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട് അവർ ചെയ്ത ഫിത്നകൾ, അവരുണ്ടാക്കിയ ഫിത്നകൾ ഇങ്ങനെ പറയും ഓരോ പിശാചുക്കൾ. ഇബ്ലീസ് ഓരോന്ന് പറയുമ്പോഴും പറയും, മാ സനഅത ഷൈഅ,
നീ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമല്ല, അതൊന്നൊരു വിഷയമല്ല. എന്നാൽ ഒരു ഇബ്ലീസ്, ഒരു ശൈത്താൻ വന്നിട്ട് പറയും, എന്താ പറയാ, ഞാൻ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ അവന്റെ ഭാര്യയ്ക്കും ഇടയിൽ അവർ വേർപിരിച്ച് അവരുടെ കുടുംബം ഇല്ലാതെയാക്കുന്നത് വരെ ഞാൻ അവരെ പിന്നാലെ കൂടി അവരുടെ കുടുംബം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ പിശാച് എന്താ പറയാ, എത്ര നല്ല ആളാണ് നീയാണ് ഇന്നത്തെ സ്റ്റാർ, നീയാണ് എനിക്ക് ഏറ്റവും അടുത്ത ആള്. സഹോദരന്മാരെ, പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സാമൂഹിക ഭദ്രതയുടെ, അതുപോലെ തന്നെ നമ്മുടെ സദാചാരത്തിന്റെ ആണിക്കല്ലായ ഒരു സമുന്നതമായ സമൂഹത്തിന്റെ, ആ സമൂഹ നിർമ്മിതിയുടെ ആണിക്കല്ലായ കുടുംബം എന്ന സംവിധാനത്തെ തകർക്കുക, അതില്ലാതെയാക്കുക, അതിനെ അക്ഷരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പിശാച് എന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 64-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്. അല്ലാഹു പിശാചിനോട് പറയാണ്, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്. നിന്റെ ശബ്ദം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന ആളുകളെ, നിനക്ക് സാധിക്കുന്ന ആളുകളെല്ലാം നീ ഇളക്കി വിട്ടുകൊള്ളുക. വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക്. നിന്റെ കുതിരപ്പടയും നിന്റെ കാലാൽപ്പടയും എല്ലാത്തിനെയും നീ ഇളക്കി വിട്ടുകൊള്ളുക, എല്ലാത്തിനെയും നീ ഉപയോഗിച്ചു കൊള്ളുക. വശാരിഖും ഫിൽ അംവാലി വൽ ഔലാദ്. മനുഷ്യരിൽ അവരുടെ സമ്പത്തുകളിലും അവരുടെ സന്താനങ്ങളിലും നീ അവരോട് പങ്കുചേർന്നു കൊള്ളുക. പിന്നെ ഫിൽ ഔലാദി വഇദുഹും. അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുക. വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. പിശാച് വഞ്ചനയുടെ വാഗ്ദാനമല്ലാതെ നൽകുന്നില്ല എന്നാണ് പിശാചിനോട് റബ്ബ് പറയുകയാണ്. അല്ലെ, പിശാച് അള്ളാഹുവിന്റെ മുമ്പിലെടുത്ത കരാറാണ്, ഞാൻ അവരെ വഴിതെറ്റിക്കും, അവരെ എല്ലാ നിലക്കും ഞാൻ വഴിതെറ്റിക്കും. അള്ളാഹു തിരിച്ച് പിശാചിനോട് പറഞ്ഞു, നിനക്ക് കഴിയുന്ന അത്ര നീ പരിശ്രമിച്ചോ, നീ അവരുടെ സന്താനങ്ങളിലും സമ്പത്തിലും നീ ഇടം നേടിക്കോ. സഹോദരന്മാരെ, നമ്മുടെ സന്താനങ്ങളിൽ പിശാച് ഇടം നേടും, നമ്മുടെ സമ്പത്തുകളിൽ പിശാച് ഇടം നേടും. പിശാച് അവന്റെ കൂട്ടാളികൾ നമ്മുടെ സന്താനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടും. നമ്മുടെ സമ്പത്തിന്റെ ഇടയിലേക്ക് പിശാച് കടന്നു വരും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പിശാച് കടന്നു വരും. അവന്റെ പടയാളികൾ കടന്നു വരും. അള്ളാഹു വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവൻ കടന്നു വന്നാൽ പിന്നെ അവിടെ സമാധാനം ഉണ്ടാവില്ല, അവിടെ പിന്നെ ദീൻ ഉണ്ടാവില്ല, അവിടെ പിന്നെ ആദർശം ഉണ്ടാവില്ല, അവിടെ പിന്നെ സദാചാരം ഉണ്ടാവില്ല, അവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് പിശാച് ഇതിനു വേണ്ടി ഇത്ര പരിശ്രമിക്കുന്നത്? അതിനുള്ള കാരണമുണ്ട് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ സമാധാനം നിശ്ചയിച്ചിട്ടുള്ളത്, ജനങ്ങളുടെ സന്തോഷം നിശ്ചയിച്ചിട്ടുള്ളത് അത് കുടുംബങ്ങളിലാണ്, വീടുകളിലാണ്. സൂറത്തുൻ നഹ്ലിന്റെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സമാധാനം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നു എന്നത്. എന്തിനാണ് ഇണകൾ? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിൽ സമാധാനം കണ്ടെത്താൻ. അതുകൊണ്ട് നമ്മുടെ സമാധാനമുള്ളത്, നമ്മുടെ സന്തോഷമുള്ളത് കുടുംബങ്ങളിലാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് കാരുണ്യവും സ്നേഹവും അതിലാണ് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, ഒരു മനുഷ്യന് സാലിഹത്തായ ഒരു ഭാര്യ അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, അവന്റെ ദീനിന്റെ പകുതിയുടെ വിഷയത്തിൽ റബ്ബ് അവനെ സഹായിച്ചു കഴിഞ്ഞു. ബാക്കി പകുതിയിലാണ് റബ്ബിനെ സൂക്ഷിച്ചാൽ മതി. ദീനിന്റെ പകുതി അവിടെ തീർന്നു കഴിഞ്ഞു. ആ പകുതി നിലനിന്നാൽ, അല്ലെ, ആ മനുഷ്യരുടെ ദീൻ അങ്ങനെ നിലനിന്നാൽ, അവരുടെ സദാചാരം നിലനിന്നാൽ, അവരുടെ സമാധാനവും സന്തോഷവും അങ്ങനെ നിലനിന്നാൽ പിശാചിന്റെ പണി ഇവിടെ നടക്കൂല. അല്ലെ, പിശാച് ഉദ്ദേശിക്കുന്ന അസമാധാനവും തകർച്ചയും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ അങ്ങേയറ്റത്ത് ധാർമ്മികമായ കുത്തൊഴുക്കും ഇവിടെ മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് ഈ സംവിധാനം തകരുക എന്നുള്ളത്, കുടുംബത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാണ്. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സങ്കേതമാകേണ്ട കുടുംബവും വീടും അതില്ലാതായി കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്കാണ് മനുഷ്യർ പോവുക. അല്ലെ, ഒരു മനുഷ്യന് തൻ്റെ ശാരീരികവും ആത്മീയവും ലൈംഗികവുമായ എല്ലാ വിധത്തിലുള്ള സന്തോഷവും ആഹ്ലാദവും കിട്ടേണ്ടത് തൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർക്കും കിട്ടുന്ന ആളുകളാണ് ഒരു സമൂഹമായി മാറുന്നത്. ഈ സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും അത് കിട്ടാതെ പോയാൽ, ഈ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യർക്കും അതവിടെ നിന്ന് കിട്ടാതെ പോയാൽ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയായിരിക്കും. സമൂഹത്തിൽ കുത്തഴിഞ്ഞ അധാർമിക പ്രവണതകൾ നടമാടും.
അതിൻ്റെ ഭാഗമായാണ് സഹോദരന്മാരെ മുസ്ലിം സ്ത്രീകളിൽ, ആധുനിക മുസ്ലിം സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഓരോ മുസ്ലിം സ്ത്രീകളും ആഗ്രഹിക്കുന്നത്? അല്ലെ, വിവാഹം എന്നത് വേണ്ട, അത് വെറും ഭാരമാണ്, അത് ഉത്തരവാദിത്തമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കരിയറാണ് പ്രധാനം, എൻ്റെ പഠനവും ജോലിയുമാണ് പ്രധാനം. പഠനത്തിനും ജോലിക്കൊന്നും എതിരായിട്ടില്ല, പക്ഷേ വിവാഹമെന്ന അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തെ മൂലക്കലാക്കിയിട്ടല്ല പഠനത്തിൻ്റെയും ജോലിൻ്റെയും പിന്നാലെ പോകേണ്ടത്. അല്ലെ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ, വിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹമാണ് ആ സംവിധാനം. അല്ലെ, അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന സ്ത്രീകൾ, ഭർത്താവിനെ ആശ്രയിക്കരുത്, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുന്ന, അതിൽ അഭിമാനം കണ്ടെത്തുന്ന സ്ത്രീകൾ. അല്ലെ സഹോദരന്മാരെ, അള്ളാഹു ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാനാണ് ഭാര്യമാരോട് പറഞ്ഞത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരെ പോറ്റുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യത ഇല്ലാതാക്കി കൊടുക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നത്. സാമ്രാജ്യത്വം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഭർത്താവിനെ അനുസരിക്കലൊക്കെ പഴഞ്ചൻ വാദമാണ്. അല്ലെ, ഞാൻ ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ ഭർത്താക്കന്മാർ ആരാണ്, അതൊക്കെ ഞാൻ സ്വയം തീരുമാനിക്കും, വേണമെങ്കിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ എന്ന് പറയുന്ന സ്ത്രീകൾ. അല്ലെ, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്, അത് ആർക്ക് കാണിക്കേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കും, അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ലെ, അതുപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് വലിയ ഭാരമാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർ വർദ്ധിച്ചു വരുന്ന കാലം. അല്ലെ, അതിനൊന്നും തുനിയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന കാലം. ഇനി വിവാഹം കഴിച്ചാൽ പോലും എൻ്റെ ചിലവ് ഞാൻ നോക്കുന്നല്ലാതെ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയൊക്കെ ഞാനും പെണ്ണുങ്ങളും കൂടി ഷെയർ ചെയ്തെടുക്കുക, ഭാര്യൻ്റെ ചിലവൊക്കെ ഭാര്യനെ നോക്കുക എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാർ, എന്ന് വിചാരിക്കുന്ന പുരുഷന്മാർ വർദ്ധിച്ചു വരുന്ന കാലം. അങ്ങനെ ഓരോന്നും നോക്കിയാൽ നമ്മുടെ മക്കളുടെ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത്? മാതാപിതാക്കളെ വാക്കൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല, അവരൊക്കെ പഴഞ്ചന്മാരാണ്. നമ്മുടെ ന്യൂ ജനറേഷൻ എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. അവരുടെ ഒന്നും വാക്ക് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ വിവാഹം ചെയ്യണം ഞാൻ തീരുമാനിക്കും, അതിലൊന്നും മാതാപിതാക്കൾക്ക് ഒരു അധികാരമില്ല, അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ആരോട് കൂട്ടുപെടണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, അവിടെ ജാതിക്കോ മതത്തിനൊന്നും പ്രസക്തിയില്ല. കൂട്ടുകാരുടെ വിഷയത്തിലോ, ആരോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന വിഷയത്തിലോ, ആരോടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന വിഷയത്തിലോ അതിനൊന്നും മതത്തിനൊന്നും പ്രസക്തിയില്ല. അത് എത്ര വലിയ തെമ്മാടികളാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ബാധിക്കൂല എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ പോവുകയാണ് ചിന്തകൾ കാട് കയറി. ഇസ്ലാമിൽ തികച്ചും അന്യമായ ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഖിറും കുളം തോണ്ടുന്ന ചിന്തകളിലേക്ക് നമ്മുടെ സമൂഹം പോയി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ, ഒരു സമൂഹത്തിൻ്റെ പൊതു കാഴ്ചപ്പാടുകൾ എടുത്തു നോക്കി, എത്ര വലിയ തെമ്മാടിയാണെങ്കിലും അവർക്കൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവസരം കൊടുക്കുന്ന സമൂഹമായി മാറി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കള്ളു കുടിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ എല്ലാവരും മോശപ്പെട്ട തിന്മയായി കാണുന്ന സാമൂഹിക തിന്മകൾ ഏർപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ അരികുവൽക്കരിക്കും, അവരെ സമൂഹം ഒറ്റപ്പെടുത്തും. അത് തന്നെ അവർ നന്നാകാനുള്ള കാരണമായിരുന്നു. പക്ഷേ ഇന്നെന്താ അവസ്ഥ? ഇന്ന് എത്ര വലിയ തെമ്മാടികളാണെങ്കിലും അവരൊക്കെ ഇൻക്ലൂസീവ് സൊസൈറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരും മുഖ്യധാരയിലേക്ക് കടന്നു വരണം എന്ന് വിചാരിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങൾക്കും പച്ചക്കൊടി വീശുന്ന സമൂഹമായി നമ്മുടെ സമൂഹം മാറുകയാണ്. അങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് പോകുന്നത്. എന്നാൽ സഹോദരന്മാരെ, അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു ആശയം, അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന ആശയവും ഇസ്ലാമിൻ്റെ നിയമങ്ങളും, അത് എത്ര നല്ല ആശയമാണ്, അത് എത്ര വിശിഷ്ടവും എത്ര സന്തോഷവും ആഹ്ലാദവും നൽകുന്നതാണ്, ഇഹപര ജീവിത വിജയത്തിൻ്റെ നിദാനമാണ്. എന്നാൽ ബനൂ ഇസ്രായേലിൽ പണ്ട് പറഞ്ഞില്ലേ, ആകാശ ലോകത്ത് നിന്ന് വിശിഷ്ടമായ മഞ്ഞും സെലവയും അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തു. അല്ലെ, വിശിഷ്ടമായ ആഹാരം ഇറക്കി കൊടുത്തു. ബനൂ ഇസ്രായേൽ തിരിച്ചു പറഞ്ഞാൽ എന്താ? മാ നസ്ബിറു അലാ തആമിൻ വാഹിദ്, ഇതൊന്നും ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് കുറെ പച്ചക്കറിയും ഉള്ളിയും വെളുത്തുള്ളിയും അച്ചാറൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ബനൂ ഇസ്രായേലുകാരുടെ സ്വഭാവം, ആ പെരുമാറ്റം നന്ദികേടിൻ്റെ മണ്ടത്തരത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം പോയി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ കാണുന്ന കുറേ രസങ്ങളുണ്ട്, കുറേ ആഹ്ലാദങ്ങളുണ്ട്, ഇതൊക്കെ മതി എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ റസൂലും ഉദ്ദേശിച്ച നന്മകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം മുസ്ലിം സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അത്തരത്തിലുള്ള വലിയ ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ജീവിത രീതി അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊഴിവാക്കി മറ്റുള്ള ആശയങ്ങളിലേക്കും പ്രത്യയശാസ്ത്രങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയുടെ 124 മുതൽ 126 വരെയുള്ള വചനങ്ങളിൽ നമ്മോട് പറയുന്ന സഗൗരവം നമ്മൾ ചിന്തിക്കേണ്ട വാചകമുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക.
എൻ്റെ സ്മരണയിൽ നിന്ന് ആരാണോ മുഖം തിരിച്ചത് അവന് കുടുസായൊരു ജീവിതം ഉണ്ടാകുമെന്നാണ്. ആ കുടുസായ ജീവിതം അനുഭവിക്കേണ്ടി വരും നമ്മൾ. ആ ഇടങ്ങാറും പ്രയാസവും അനുഭവിക്കേണ്ടി വരും നമ്മൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ആഖിറത്തിനെ കുറിച്ചല്ല പറയുന്നത്, ദുനിയാവിനെ കുറിച്ചാണ് പറയുന്നത്. ദുനിയാവിലെ ജീവിതത്തിലെ കുടുസതയെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആഖിറത്തിനെ കുറിച്ച് പിന്നെ അള്ളാഹ് അടുത്തത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അള്ളാഹു പറഞ്ഞു, فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ഇനി ആ കുടുസായ ജീവിതത്തിൽ തീരൂല. നാളെ പരലോകത്ത് അന്ധനായി നാം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. وقال رب لما حشرتني أعمى وقد كنت بصيرا. എൻ്റെ റബ്ബേ, ഞാൻ കണ്ണിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, നീ എന്തിനാണ് എന്നെ കണ്ണിൽ കാഴ്ചയില്ലാത്തവനായി ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് അവിടുന്ന് സങ്കടപ്പെട്ട് റബ്ബിനോട് ചോദിക്കും. അള്ളാഹു പറയും, قال كذلك أتتك آياتنا. അപ്രകാരം തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കൽ ദുനിയാവിൽ വെച്ച് വന്നിരുന്നു. കദാലിക അതത്ക ആയാതുന. നിങ്ങൾ എന്ത് വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നിരുന്നു. ഫനസീതഹ. നീ അതിനെ മറന്നു കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. വകദാലികൽ യൗമ തുൻസ. ഇന്ന് അപ്രകാരം തന്നെ നാം നിന്നെക്കുറിച്ച് മറന്നിരിക്കുന്നു. നാളെ പരലോകത്ത് റബ്ബ് നമ്മളോട് മറന്നു കളയും. അള്ളാഹുവിൻ്റെ കാരുണ്യമോടെ നമുക്ക് ലഭിക്കൂല സഹോദരന്മാർ. അതുകൊണ്ട് ആ അള്ളാഹു അവൻ്റെ പ്രവാചകരും പഠിപ്പിച്ച ആശയങ്ങളിലേക്ക്, ആ ചിന്തകളിലേക്ക്, ആ പ്രത്യയശാസ്ത്രത്തിലേക്ക്, ആ ദീനിലേക്ക് നമ്മൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അള്ളാഹുവിനല്ല അതിൻ്റെ ഗുണം, അതിൻ്റെ ഗുണവും അതിൻ്റെ സമാധാനവും ലഭിക്കാനുള്ളത് നമുക്ക് തന്നെയാണ്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞ പോലെ അള്ളാഹു നമുക്ക് പ്രയാസമുണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മളെ സംശുദ്ധരാക്കണമെന്നും ശുദ്ധീകരിക്കണമെന്നും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പൂർത്തിയാക്കി തരണമെന്നും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സഹോദരന്മാരെ, ആ ഇസ്ലാമിലേക്ക് പരിപൂർണമായി നമ്മൾ കടക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പരിഗണന നമ്മൾ നൽകേണ്ടത് വിശ്വാസത്തിന് തന്നെയാണ്. വിശ്വാസത്തിന് പരിഗണന നൽകിയില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു സമാധാനവും നമുക്കുണ്ടാവുകയില്ല. സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ പങ്കുചേർത്തവൻ. വിശ്വാസത്തിൽ കളങ്കമുണ്ടായാൽ പിന്നെ ഒരു സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല. രണ്ടാമത്തത് ജീവിതത്തിലെ നിഖില മേഖലകളിലും തെക്കുവ കൈ മുതലാക്കുക, തെക്കുവ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. തെക്കുവ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പരിപൂർണമായ രീതിയിൽ ഉൾക്കൊള്ളലാണ്. അതിൽ നമ്മൾ സഹോദരന്മാരെ പഠിക്കണം. എന്താണ് ഈമാൻ, അല്ലെ എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മാർഗത്തിലും ഞാൻ അനുസരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു ഇസ്ലാം കൊണ്ട് പ്രതാപം നൽകിയവരാണ് നമ്മൾ. നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ നിന്ദരാക്കി കളയും. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത മറ്റെന്തിലും ആരെങ്കിലും സന്മാർഗം പ്രതീക്ഷിച്ച് പോയാൽ അവൻ അള്ളാഹു വഴിപിഴപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് കുടുംബസമേതം എന്താണ് ദീൻ എന്ന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുതലാക്കണം. അല്ലെ, നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാര്യയും മക്കളും എല്ലാവരും ദീനിന്റെ രംഗത്ത് സജീവരായി ഉണ്ടാകണം. അതിന്റെ പഠനത്തിലും പ്രവർത്തന രംഗത്തും നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ഭാര്യമാരും ജീവിച്ച് കാണിച്ചു തന്ന ജീവിത മാതൃക, ആ കുടുംബം എന്താണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഉദാത്തരായ മാതൃക കാണിച്ചെന്ന് മരിച്ചുപോയ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ സ്വഹാബത്ത് കാണിച്ചു തന്ന ഉന്നതമായ കുടുംബ ജീവിതത്തിന്റെ മാതൃകകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അനേകം പ്രവാചകന്മാരുടെ കുടുംബങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹു അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ. അല്ലാഹു നൂഹിനെയും ആദമിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിമിന്റെ കുടുംബത്തെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇമ്രാനിന്റെ കുടുംബത്തെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ കുടുംബങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃകകൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ ഭാര്യയെ കുറിച്ചുള്ള മാതൃകകൾ അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ വിശ്വാസികളെ സ്ത്രീകൾക്ക് മാതൃകയാണ്. അല്ലേ, വിശ്വാസിയായ പുരുഷൻ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, പിതാവ് എങ്ങനെയായിരിക്കണം, ഓരോന്നിനും അല്ലാഹു അവന്റെ റസൂൽ നമുക്ക് കാണിച്ച് പഠിപ്പിച്ചുള്ള മാതൃകകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അത് ഖുർആനിലും സുന്നത്തിലുമാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലുള്ള സന്മാർഗത്തെ പിൻപറ്റുവാനും അത് ജീവിതമായി ഉൾക്കൊള്ളുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أمتنا مسلمين، اللهم واحشرنا مسلمين،
اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك وصلى الله وسلم على نبينا محمد والحمد لله رب العالمين